ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 11-ന്റെ 3-ാം വാക്യം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്, 11-ാം അധ്യായം. ഇവിടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയാൽ നീതിമാൻ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു. നമുക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം തന്നെ അത് ബലക്ഷയം വന്നാൽ ആ കെട്ടിടം തന്നെ വീണ് പോകാറുണ്ട്. അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ തന്നെ അതിൻ്റെ വേരുകൾ ഉണങ്ങിപ്പോയാലോ എന്തെങ്കിലും സംഭവിച്ചാൽ ആ വൃക്ഷം തന്നെ കംപ്ലീറ്റായിട്ട് നശിച്ചു പോകാറുണ്ട്. ഇവിടെ ചോദിക്കുന്നത് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന്. ദൈവത്തെ അറിയാത്തവർ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അവരാകപ്പാടെ അടിപതറും, അവർ വീണു പോകും. എന്നാൽ നീതിമാൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ, അതിന് കുലുക്കം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മളിനിയും പുറകോട്ട് നോക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ നീതിമാനെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അടിസ്ഥാനം ജീവിതത്തിൽ ഒരു ഭവനത്തിൻ്റെ ആയാലും നമ്മുടെ ജീവിതത്തിൻ്റെ ആയാലും അല്ല, അടിസ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തെപ്പറ്റി നോക്കുമ്പോൾ എന്താണ് ദാവീദ് ഇങ്ങനെയൊക്കെ എഴുതുവാൻ കാരണം? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായ ദാവീദ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായ ദാവീദ്, ദൈവത്താൽ അഭിഷക്തനായ ദാവീദ്, ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന മനുഷ്യൻ, അതുതന്നെയല്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അങ്ങനെയുള്ള ദാവീദാണ് ഇത് പറയുന്നത്. ദൈവം സ്നേഹിച്ച മനുഷ്യൻ. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ അന്യായമായിട്ട് ദാവീദ് കഷ്ടവും സങ്കടവും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചു. ശൗൽ രാജാവ് ഒരു ശത്രുവിനെ പോലെ ദാവീദിനെ ആക്രമിക്കുവാനും കൊല്ലുവാനും ഒക്കെ ഒരുമ്പെടുമ്പോൾ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. അപ്പോൾ ദാവീദിൻ്റെ സ്നേഹിതന്മാർ, ദാവീദിൻ്റെ കൂടെ ഉള്ളവർ ദാവീദിനോട് പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവീൻ, അവിടെ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ദാവീദ് ഇവിടെ ചോദിക്കുകയാണ്. ദാവീദിൻ്റെ കൂടെ നിന്നവർ ദാവീദിനോട് പറയുകയാണ്, ഈ കഷ്ടസമയത്തെ നീ ഒരു പർവ്വതത്തിലേക്ക് ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ പോകുവാൻ വേണ്ടി ദാവീദിനോട് കൂടെ നിന്നവർ പറയുന്നു. ഒരു പക്ഷേ അവർ ദാവീദിനോടുള്ള സ്നേഹം കൊണ്ട് ഉപദേശിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദാവീദിനെ ചിലർ പരിഹസിക്കുന്നതായിരിക്കാം. കാരണം ദാവീദ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എന്ന്. അതുതന്നെയല്ല, ദാവീദ് തൻ്റെ ജീവിതത്തെ പക്ഷികളോട് ഉപമിച്ചിട്ടുണ്ട്. ദാവീദ് പറയുന്നുണ്ട്, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. വേറെ ഭാഗത്ത് ദാവീദ് തന്നെപ്പറ്റി പറയുന്നുണ്ട്, ശത്രുക്കൾ ദാവീദിനെ നിന്ദിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ മരുഭൂമിയിലെ ഒരു വേഴാമ്പൽ പോലെയാണ്, ഒരു ശൂന്യ സ്ഥലത്തെ ഒരു മൂങ്ങ പോലെയാണ്, ശബ്ദമൊന്നുമില്ലാത്ത ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത്. നമുക്കറിയാം ഈ മൂങ്ങ എന്ന പക്ഷി, അത് മൂങ്ങായെ പോലെയാണ്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ തനിച്ചിരിക്കുന്ന കുരുകിലിനെ പോലെയാണ് എന്ന്. അങ്ങനെയൊക്കെ ദാവീദ് തൻ്റെ ജീവിതത്തെ പക്ഷികളോട് ഉപമിച്ചതുകൊണ്ട് ദാവീദിനോട് കൂടെ നിന്നവർ പറയുവാണ്, നിനക്ക് പറന്ന് ഒരു പർവ്വതത്തെ, അതായത് പർവ്വതങ്ങളിൽ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്കാമായിരുന്നില്ലേ, ഒളിച്ചുകൂടെ എന്ന് ദാവീദ് പറയുകയാണ്. എന്നാൽ ദാവീദ് ആ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നുവെന്ന്. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോട് ഒളിച്ചു പോകുവാൻ പർവ്വതനിരകളിൽ പോയി ഒളിച്ചു പാർക്കുവാനൊക്കെ നിങ്ങളോട് എന്നോട് നിങ്ങളിങ്ങനെ പറയാൻ കാരണം എന്താണ്?
ഞാൻ യഹോവയാണ് ശരണമാക്കിയിരിക്കുന്നത്. എനിക്ക് പക്ഷികളെ കൂട്ട് പറന്നു പോകേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുകയാണെന്ന് ദാവീദ് അവിടെ പറയുന്നു. അതുതന്നെയല്ലേ ദാവീദ് അവിടെ പറയുന്ന 11:4 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു, അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നുവെന്ന് ദാവീദ് പറയുന്നു. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുകയാണ്. എൻ്റെ ഈ കഷ്ടങ്ങളുടെ വേളകളിൽ ഞാൻ യഹോവയാണ് ശരണമാക്കിയിരിക്കുന്നത്. എൻ്റെ ഈ യഹോവ സ്വർഗത്തിലുണ്ട്, അവൻ ഉയരത്തിൽ വസിക്കുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ മനുഷ്യപുത്രന്മാരെ ദർശിക്കുന്നുണ്ട്. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് എനിക്കിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ദാവീദ് ഇവിടെ പറയുന്നു. എന്നിട്ട് ദാവീദ് തനിക്ക് ഉണ്ടാകുന്ന കഷ്ടങ്ങളുടെ കാരണം ദാവീദ് തന്നെ അവിടെ പറയുന്നുണ്ട്. ഈ 11 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നുവെന്ന്. എന്താണ് തനിക്ക് ഇങ്ങനെയൊക്കെ വരുവാൻ കാരണമെന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നുവെന്ന് ദാവീദ് പറയുകയാണ്. എൻ്റെ കഷ്ടങ്ങളുടെ കാരണം എന്തെന്ന് വെച്ചാൽ എന്നെ യഹോവയായ ദൈവം പരിശോധിക്കുന്നു. ഒരുപക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിൽ ശൗലിൻ്റെ പ്രവൃത്തികളിൽ കൂടിയാണ് ഞാൻ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് എങ്കിലും യഹോവയുടെ കൈയാണ് ഇത്. യഹോവ എന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തെ ദൈവം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധനാ വേളകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുന്ന അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദാവീദ് പറയും, എന്താണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിനും ദൈവത്തിലുള്ള ആശ്രയത്തിനും അവിടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിലുള്ള ആശ്രയം മാറ്റുമാറെ ദൈവത്തിലുള്ള വിശ്വാസം ദാവീദിൻ്റെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന വിധത്തിലുള്ള പരിശോധനകൾ, വിശ്വാസത്തിൽ നിന്ന് മാറ്റപ്പെടാൻ തക്കവണ്ണമുള്ള പരിശോധനകൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് തന്നെ ചോദിക്കുകയാണ്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നീതിമാനെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആ നീതിമാൻ ദൈവത്തിലാണ് ഈ മനുഷ്യൻ്റെ ആശ്രയമെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസമാണെങ്കിൽ അതിനകത്ത് ആ പ്രശ്നങ്ങളുടെ മധ്യേ, പരിശോധനകളുടെ മധ്യേ, ശോധനകളുടെ മധ്യേ നീതിമാനെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരം സ്വർഗത്തിൽ നിന്നുള്ള കരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമുക്ക് ഒരു അടിസ്ഥാനമുണ്ട്. എന്താണ് നമ്മുടെ അടിസ്ഥാനം? ഏതാണ് നമ്മുടെ അടിസ്ഥാനം? എവിടെയാണ് നമ്മുടെ അടിസ്ഥാനം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിലും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലുമുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കർത്താവിലുള്ള അടിസ്ഥാനമാണ്, കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം കർത്താവിലാണ്. നമ്മുടെ എറ്റേണൽ ഫൗണ്ടേഷൻ കർത്താവിലാണ്. 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവാണ് നമ്മുടെ അടിസ്ഥാനം, യഹോവയായ ദൈവമാണ് നമ്മുടെ അടിസ്ഥാനം. യെശയ്യാപ്രവചനം 26 അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ അടിസ്ഥാനം ദൈവവും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസവുമാണെന്ന് പറയുമ്പോൾ ദൈവവചനം നമ്മളോട് പറഞ്ഞ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് അവൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന്. നമ്മൾ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ ഈ ശോധനകളുടെ മധ്യേ സമാധാനത്തോടുകൂടെ ആയിരിക്കുവാൻ, കലുഷിതമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളെ വീഴ്ത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന അവസരങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ
നമ്മൾ സമാധാനത്തോടെയും സ്വസ്ഥതയൊക്കെ ആ അവസരങ്ങളിൽ നമ്മൾ സ്വസ്ഥതയോടും സമാധാനത്തോടു കൂടെയൊക്കെ ആ പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം, നമ്മുടെ വിശ്വാസം കർത്താവിൽ തന്നെ ആയിരിക്കണം. പിന്നെ അവിടെ യെശയ്യാപ്രവചനത്തിൽ വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ തന്നെ ആശ്രയിപ്പീൻ എന്ന്. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുണ്ട്. യഹോവയാം യാഹിലുള്ള ആ പാറ എന്താണ്? ആ പാറ ക്രിസ്തുവാണ്. ആ പാറ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അത് ആ പാറയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ വീണു പോകയില്ല. അവിടെ ആ പാറയ്ക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, അത് ഉറച്ചതാണ്. അതൊരു യഹോവയാം യാഹിൽ ഒരു പാറയുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശോധനകളുടെ വേളകളിൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാലും നാം മറിയാതെ, നാം കുലുങ്ങാതെ, നാം വീണുപോകാതെ നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. എന്നാൽ നമ്മുടെ അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം എവിടെ വേണമെന്നുള്ളതിൻ്റെ ചോയ്സ് നാം തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് എവിടെ വേണം? ഒരു വിശ്വാസി ആണെങ്കിൽ തന്നെ, വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വ്യക്തി ആണെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ ജീവിതം ജീവിതത്തിൻ്റെ ആശ്രയം ദൈവമായിരിക്കണമെന്നില്ല. വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ആ വ്യക്തി പല കാര്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ ഇളക്കമുള്ള പല സ്ഥാനങ്ങളിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കും. ചിലപ്പോൾ സമ്പത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ തൻ്റെ പൊസിഷനിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ തന്നെ പ്രശസ്തിയിൽ ആശ്രയിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ മക്കളിൽ ആശ്രയം വയ്ക്കുന്നവരായിരിക്കും. എന്നാൽ ഇതെല്ലാം മാറിപ്പോകുന്നതാണ്, എന്നാൽ ഇതെല്ലാം ഇളകിപ്പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വിവിധമായ വേദനകളിൽ കൂടി, ശോധനകളിൽ കൂടി, പരിശോധനകളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവർ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അവർ ദൈവത്തെ ത്യജിച്ചു പറയും. കാരണം തങ്ങൾ ആശ്രയം വെച്ചിട്ടുള്ളതൊന്നും തങ്ങളെ രക്ഷിക്കുന്നില്ല. അവർ പിന്മാറ്റ സ്വഭാവത്തിലായിപ്പോകും. അവരുടെ വിശ്വാസത്തിലേക്ക് അവർ കടന്നു പോകും. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തി അവരുടെ പരിശോധനാ വേളകളിൽ അവരുടെ അടിസ്ഥാനത്തിന് കുലുക്കം സംഭവിച്ചാലും അത് മറിഞ്ഞു പോകുന്നെന്ന് തോന്നിയാലും അവരും കുലുങ്ങാതെ, അവർ വീണു പോകാതെ അവിടെ നിൽക്കും. കാരണം ദൈവവചനം പറയുന്നത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമായവ, എങ്കിലും യഹോവ അവയെല്ലാത്തിൽ നിന്നും അവനെ വിടുവിക്കുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നുവെന്ന്. ദൈവത്തെ അറിയാത്ത വ്യക്തിക്ക് ഒരനർത്ഥമുണ്ടായാൽ അവനവിടെ വീണു പോകുന്നതായിട്ട് ദൈവം പറയുന്നു. അപ്പോൾ ദൈവം നീതിമാനെ ശോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെയും നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തെയൊക്കെ അവിടെ പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പരിശോധിക്കപ്പെടുന്നതിനെ ദൈവം ന്യായവിധിയോട് ഉപമിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-18 വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു. 17-18 വാക്യത്തിൽ പത്രോസ് അതിനെ ദൈവമക്കൾക്ക് വരുന്ന കഷ്ടതയെ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വരുന്ന ശോധനകളെ ന്യായവിധിയോടെ പത്രോസ് ഉപമിച്ചിട്ടുണ്ട്. കാരണം ആ കാലങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് പലതരത്തിലുള്ള കഷ്ടങ്ങൾ അവർ സഹിച്ചു, പലതരത്തിലുള്ള വേദനകളിൽ കൂടി അവർ കടന്നുപോയി. റോമ ഗവൺമെൻറ് ഭരണത്തിലായിരിക്കുമ്പോൾ റോമ ഗവൺമെൻറ് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിരുന്നു. ക്രിസ്ത്യാനിറ്റി അവർ ബാൻ ചെയ്തില്ലെങ്കിലും റോമൻ എംപറർ നീറോ ചക്രവർത്തി എല്ലാം ഇതിനെതിരായിരുന്നു. അവിടെ വലിയൊരു അന്നത്തെ സമയത്ത് 1-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിന് വലിയൊരു തീപിടുത്തമുണ്ടായി. അവിടുത്തെ വലിയ സ്റ്റേഡിയംസ്, പലതരത്തിലുള്ള വലിയ ഷോപ്സ് ഇതെല്ലാം കത്തിക്കരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി അതിന് കാരണക്കാരായിട്ട് ക്രിസ്ത്യാനികളെയാണ് അവർ പറഞ്ഞത്. ക്രിസ്ത്യാനികളാണ് അത് ചെയ്തതെന്നാണ് അന്നത്തെ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പറ്റി അവരെ ബ്ലെയിം ചെയ്തു. അതുമൂലം അവർക്ക് വളരെ പേഴ്സിക്യൂഷൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അതുതന്നെയല്ല അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും സ്വന്തം ജാതിയിൽ നിന്നും സ്വന്തം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നുള്ള അനേക പീഡനങ്ങൾ ഈ ആദ്യ നൂറ്റാണ്ടുകൾക്ക് ക്രിസ്ത്യാനികൾക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു. അവർ അന്യായമായിട്ട് കഷ്ടം സഹിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്തിൽ
പത്രോസ് എഴുതിയ ലേഖനത്തിൽ, ഈ 1-ാം ലേഖനത്തിൽ പത്രോസ് ആ കഷ്ടങ്ങളെ ന്യായവിധിയോടെ ഉപമിച്ചിരിക്കുന്നു. അതിങ്ങനെയാണ്, നമുക്ക് 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യത്തിൽ കാണാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അവിടെ എഴുതിയിരിക്കുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുമ്പോൾ, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ അനേകർ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിൽ കൂടിയെല്ലാം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അന്യായമായി കഷ്ടം സഹിക്കുന്ന രോഗങ്ങളിൽ കൂടി മാറാ രോഗങ്ങൾ കടന്നു വരുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങൾ, മക്കളുടെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ, പല സഭകളിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള രാജ്യത്ത് പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള അന്യായമായി കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ശോധനകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളകുമാറുള്ള ശോധനകൾ ജീവിതത്തിൽ കടന്നു വരുന്നു. അന്ന് 1-ാം നൂറ്റാണ്ടിൽ അത് സംഭവിച്ചപ്പോൾ അവിടെ പത്രോസ് എഴുതിയിരിക്കുന്നു, ന്യായവിധി ദൈവഭവനത്തിൽ തുടങ്ങുവാൻ കാലമായല്ലോ എന്ന്. അതിനെ ന്യായവിധിയോടെ ഉപമിച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു ദൈവത്തെ അറിയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നുവെങ്കിൽ ദൈവത്തെ അറിയാത്തവരുടെ, പാപികളുടെയും സുവിശേഷം അനുസരിക്കാത്തവരുടെയും ഗതി എന്താകുമെന്ന് എഴുതിയിരിക്കുന്നു. അതിനെപ്പറ്റി വീണ്ടും പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ, ഈ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ കാണുന്നത്, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇടവരും. ഇവിടെ പത്രോസ് പറയും, അല്പനേരത്തേക്ക്, ആ 1-ാം നൂറ്റാണ്ടിലെ ആൾക്കാരോട് പറയുവാണ്, നേരത്തേക്ക് നിങ്ങൾക്ക് നാനാവിധത്തിലുള്ള പരീക്ഷകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇത് നേരത്തേക്കുള്ള പരീക്ഷകളാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് സംഭവിക്കുന്നതെന്ന് അവരോട് പറയുകയാണ്. അവർക്ക് സംഭവിച്ച കഷ്ടങ്ങളെപ്പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി പത്രോസ് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ പരിശോധനകളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് അല്പനേരത്തേക്കേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതായിത്തീരും. അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അത് നിങ്ങൾക്ക് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായിട്ട് തീരുമെന്ന്. ഈ പരിശോധനാ വേളകളിൽ നിങ്ങൾ ജയിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് മാനത്തിനും അത് തേജസ്സിനുമായി കണക്കിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അന്യായമായ കഷ്ടവും പ്രയാസവും ഒക്കെ സഹിക്കുവാണെങ്കിൽ, വിവിധമായ പ്രയാസങ്ങളിൽ കൂടി ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകുമോ? കർത്താവിലുള്ള വിശ്വാസം മാറിപ്പോകുമോ? ആശ്രയം മാറിപ്പോകുമോ? ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പരിശോധിക്കപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കപ്പെടുകയാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ അങ്ങനെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടി ഓരോ ദൈവമക്കളും കടന്നു പോകേണ്ടതായിട്ട് വരുന്ന കാലയളവുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥമായും ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ പരിശോധനകളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തെ അറിയുന്നവർക്കും പരിശോധനകൾ, വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടാകും. പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു രോഗങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പറയും, ഒരു രോഗം വന്ന് മരിച്ചു പോകുമ്പോൾ പറയും, ദൈവത്തെ വിളിക്കാഞ്ഞിട്ടാണ്, ദൈവത്തെ അറിയാതെ ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറയാറുണ്ട്. എന്നാലും ദൈവവചനം പറയും, ദൈവത്തെ അറിയാത്തവർക്കും
ന്യായവിധി ദൈവഭവനത്തിൽ തുടങ്ങിയാൽ എന്നാണ് ചോദിക്കുന്നത്. ഒരു ന്യായവിധി ദൈവത്തിന് പരിശോധനകൾ ദൈവമക്കൾക്ക് വരികയാണെങ്കിൽ ദൈവത്തെ അറിയാൻ വയ്യാത്തവരുടെ കാര്യം എന്താകുമെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ രണ്ടുപേർക്കും ഈ പരിശോധനകളും രണ്ടുപേർക്കും കഷ്ടങ്ങളും പ്രയാസങ്ങളും വരും. എന്നാൽ ദൈവഭവനത്തിൽ ഈ വേദനകൾ വരുമ്പോൾ ദൈവം ആ വേദനകളുടെ മധ്യേ നമ്മളെ താങ്ങുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നമ്മളെ ദർശിക്കുകയും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ഇസ്രായേൽ മക്കൾ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് അവർ ജീവിച്ചപ്പോഴും യഹോവയെ ദൈവയുടെ ന്യായവിധി അയക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, ന്യായവിധി ദൈവഭവനത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്ന്. അവിടെ പറയുന്നത് ന്യായവിധി വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീനെന്ന്. അതായത് ദൈവത്തിൻ്റെ ന്യായവിധി ദൈവത്തെ വിളിക്കുന്നവരിൽ നിന്ന് തന്നെ തുടങ്ങുവീനെന്ന്. അപ്പോൾ ദൈവത്തെ വിളിക്കുന്നവർക്കും അങ്ങനെയുള്ള ശോധനകളുടെ മധ്യേ കടന്നു പോകേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള അന്യായമായ കഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഓർക്കണം, ഇതെല്ലാം നമ്മൾ ഈ സമയത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അറിയുന്നത്. നമ്മുടെ വിശ്വാസം എന്തുമാത്രം ഉണ്ടെന്ന് ദൈവം നമുക്ക് തന്നെ മനസ്സിലാക്കി തരും. നമ്മുടെ സഹിഷ്ണുത എത്രമാത്രം ഉണ്ടെന്ന് ദൈവം നമുക്ക് തന്നെ മനസ്സിലാക്കി തരും. നമ്മുടെ വചനത്തിലുള്ള അടിസ്ഥാനം എങ്ങനെയുണ്ടെന്ന് ദൈവം നമുക്ക് തന്നെ മനസ്സിലാക്കി തരും. നമ്മളെ ഈ പരിശോധനകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, പൊന്നിനെ തീയിൽ കൂടി കടത്തിക്കൊണ്ടുപോയി അതിനെ ഉരുക്കിയെടുക്കുമ്പോൾ ആ സ്വർണത്തിലുള്ള കീടങ്ങളെല്ലാം മാറി, അശുദ്ധിയെല്ലാം മാറി, അത് നല്ല അത് നല്ല തിളങ്ങും. അത് ഉരുക്കുന്ന മനുഷ്യൻ്റെ ആ മുഖം അതിൻ്റെ അകത്ത് പ്രതിബിംബിക്കത്തക്കവണ്ണം അത് നല്ലതായിട്ട് ശുദ്ധീകരിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ വിവിധമായ ശോധനകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവജനം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ പറയുന്നുണ്ട്, കഷ്ടതയിൽ കൂടി പോകുമ്പോൾ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സഹിക്കുവാനുള്ള ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. സഹിഷ്ണുത സിദ്ധതയും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കും. നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾക്കൊരു രൂപീകരണം ഉണ്ടാകും. സ്വഭാവത്തിന് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും. കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരായിത്തീരും, നമ്മൾ സഹിഷ്ണുതയുള്ളവരായിത്തീരും. നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അത് കർത്താവ് നമ്മളെപ്പറ്റി പരിശോധനാ വേളകളിൽ നമ്മളെപ്പറ്റി അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. നമ്മൾ കാണാറുണ്ട്, പലവിധമായ ശോധനകളിൽ കൂടി കടന്നു പോകുന്നവരെ ചിലരുണ്ട്. അവർ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് യാതൊരു വികാരവും അന്നേരം ഉണ്ടാകുകയില്ല. ചിലർ പറയും, ഇതിലും വലിയ കഷ്ടത്തിൽ കൂടി ഞാൻ കടന്നു പോയതാണെന്ന് അവർ അങ്ങനെ പ്രതികരിക്കും. എന്നാൽ ചിലരുണ്ട് അങ്ങനെയല്ല. മറ്റുള്ളവരുടെ കഷ്ടവും പ്രയാസവും ഒക്കെ കേൾക്കുമ്പോൾ അവർ ഞാൻ ഇങ്ങനെയുള്ള തരത്തിൽ കൂടി കടന്നു പോയതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ സഹതപിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നതിനനുസരിച്ചാണ് റിസൾട്ട് വരുന്നത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ളതിന് നമ്മൾ അത് കഴിയുമ്പോൾ, ആ പ്രശ്നങ്ങളിൽ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ആത്മാവിൽ നമ്മൾ ബലമുള്ളവരായി, ആത്മീക ശക്തി പ്രാപിക്കുന്നവരായി, വിശ്വാസത്തിൽ നമ്മുടെ അടിസ്ഥാനം ഒന്നുകൂടെ ഉറപ്പിക്കുന്നവരായി തീരും. അല്ല എങ്കിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മളെ മാറിപ്പോകുന്നവരായി,
കഠിന ഹൃദയമുള്ളവരായും അവിശ്വാസമുള്ളവരായും നമ്മൾ തീരും. എന്നാൽ ഇങ്ങനെയുള്ള ശോധനകളിൽ കൂടി കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന ദൈവവചനത്തിൽ പറയുന്നുണ്ട്. റെവലേഷൻ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും അവരെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന്. വീണ്ടും എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നുവെന്ന്. നമ്മൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നമ്മളോട് പെരുമാറുന്നു എന്നാണ്. താൻ സ്നേഹിക്കുന്ന ഏത് മനുഷ്യനെയും ശിക്ഷിക്കുന്നു. ഈ ലോകത്തിലെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കള് അവരെ ശിക്ഷിക്കുന്നത് പോലെ അപ്പോൾ നാം അതിനെ അനുസരിച്ചിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് ഈ ബാലശിക്ഷകളിൽ കൂടി നമ്മളെ കടത്തിക്കൊണ്ട് പോകുക മാത്രമല്ല, നമ്മളെ ആ സമയങ്ങളിൽ ഈ കർത്താവ് നമ്മളെ താങ്ങുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ശോധനകളിൽ കൂടി നമ്മൾ കടത്തിക്കൊണ്ട് പോകുമ്പോൾ, നമ്മളെ ദൈവം ശോധനകളിൽ കൂടി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ നമ്മൾ ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിക്കും, ദൈവത്തെ അവിശ്വസിക്കുന്നവരായി തീരും. എന്നാൽ അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ദാവീദ് പറയുന്നുണ്ട്, ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ ദാവീദ് ഇങ്ങനെ പാടുന്നുണ്ട്. സങ്കീർത്തനം 18-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-3 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയും എൻ്റെ ഗോപുരവും ആകുന്നു. യഹോവ ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യഹോവ ആരാണ്? എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷയാണ്, എൻ്റെ പരിചയമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ തടുത്തു നിർത്തും യഹോവയായ ദൈവം. എൻ്റെ പരിചയമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷയാണ്, എൻ്റെ ദൈവമാണ്. അതുതന്നെയല്ല ദാവീദ് അവിടെ പറയുകയാണ്, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമെന്ന്. നമ്മൾ യഥാർത്ഥമായും ദൈവത്തെ നമ്മൾ അന്വേഷിക്കുകയും ദൈവത്തിൽ വസിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈ കഷ്ടങ്ങളുടെ മധ്യേ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ശോധനാ വേളകളിൽ, ഈ ന്യായവിധിയുടെ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായി തീരാം. അപ്പോൾ നമ്മൾ നീതിമാന്മാരാണെങ്കിൽ നമ്മളെ കാക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുരാതനായ ദൈവം നിങ്ങളുടെ സങ്കേതം കീഴെ ശാശ്വത ഭുജമുണ്ട്. ശാശ്വത ഭുജം, ദൈവം നമ്മുടെ സങ്കേതമാണ്. ഈ കഷ്ടങ്ങളുടെ മധ്യ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അവൻ നമ്മുടെ ശാശ്വതമായ കീഴെ നമ്മളെ താങ്ങുന്ന കരങ്ങളുണ്ട് എന്ന്. അപ്പോൾ അതുതന്നെയല്ല, ഈ ശോധനകളുടെ മധ്യം ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. തൻ്റെ വചനത്താൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. ഈ പ്രയാസങ്ങളിൽ കൂടി നമ്മളെ കടന്നു പോകുമ്പോൾ ദൈവം അനുവദിച്ച ശോധനകളാണ് എങ്കിൽ, ദൈവം നമുക്ക് ബാലശിക്ഷ തരികയാണെങ്കിൽ, നമ്മളെ അതിൽ കൂടി ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാൽ കൂടി കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓർക്കണം, അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ദൈവം നമുക്ക് തരും. അതിന് അതാത് സമയം വേണ്ടുന്ന ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. അതെല്ലാം ദൈവത്തിൻ്റെ ആ വചനത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആ പ്രശ്നങ്ങളുടെ മധ്യേ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുകയും ചെയ്യും. എങ്ങനെയാണ് അങ്ങനെ അടിസ്ഥാനമുള്ള അങ്ങനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് ഇടുവാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് ഇടുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒന്നാമതായിട്ട് നാം കർത്താവിലും അവൻ്റെ വചനത്തിലും നാം വിശ്വസിക്കണം. കർത്താവിലും അവൻ്റെ വചനത്തിലും നാം വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ നാം വസിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ദൈവവചനത്തെ നാം വിശ്വസിക്കുകയും ദൈവവചനത്തിൽ നാം ആശ്രയിക്കുകയും ചെയ്യണം. രണ്ടാമതായിട്ട്, എങ്ങനെ നമുക്കൊരു
സ്ട്രോങ് ഫൗണ്ടേഷൻ ഇടുവാൻ കഴിയും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തെ നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. ദൈവവചനത്തിൽ നാം അനുസരിക്കുമ്പോൾ നാം ദൈവത്തെയാണ് അനുസരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പാറമേൽ വീട് പണിത മനുഷ്യൻ, അവിടെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യൻ, പാറയാകുന്ന ക്രിസ്തു, പാറമേൽ വീട് പണിത മനുഷ്യൻ്റെ മേലും മണ്ണിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ മേലും ഒരേ സമയത്ത് ആ 2 ഭവനങ്ങളിലും അവിടെ കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, തിരമാല വന്നു. എന്നാൽ ആ ഭവനങ്ങൾ നശിക്കുമാറ് അവിടെ നദികൾ പൊങ്ങി. ഇതെല്ലാം സംഭവിച്ചു. അതായത് 2 ഭവനത്തിലുള്ള അവരുടെ ജീവിതം നശിക്കുമാറ് 2 ഭവനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് അർത്ഥം. എന്നാൽ പാറമേൽ വീട് പണിത മനുഷ്യൻ്റെ ആ ഭവനം നശിക്കാതെ ഇരുന്നു. എന്നാൽ പാറയാവുന്ന ക്രിസ്തുവിൻ്റെ മേൽ ഭവനം പണിതവരുടെ ജീവിതം ആ പ്രശ്നങ്ങളുടെ മധ്യേ വീണു പോകാതെ ഇരുന്നു. എന്നാൽ മണ്ണിന്മേൽ ഭവനം പണിത അതായത് ദൈവവചനം കേട്ട് അനുസരിക്കാത്തവരുടെ ഭവനം എന്ത് വരുന്നു? ആ ഭവനം ആ കാറ്റടിച്ചപ്പോൾ, വെള്ളം പൊങ്ങിയപ്പോൾ, തിരമാലകൾ വന്നപ്പോൾ ആ ഭവനം മണ്ണിന്മേൽ ഭവനം പണിതുപോലെ ആ ജീവൻ തകർന്നു പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തെ അനുസരിക്കുന്നവരായി തീരാം. അടുത്തതായിട്ട് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ, നമ്മുടെ ദേഹം, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശോധന ചെയ്യുവാനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ നമുക്കായിരിക്കാം. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനവും കർത്താവും ദൈവത്തിൻ്റെ ആത്മാവും ഈ പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകുവാൻ തക്കണം നമ്മളെ സഹായിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും നമ്മളെ സഹായിക്കുകയും നമ്മുടെ അടിസ്ഥാനങ്ങൾ കുലുകുമാറ് വിശ്വാസ ജീവിതം നശിച്ചു പോകത്തക്ക വിധമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ വീണു പോകാതെ വണ്ണം അതിൻ്റെ അവസാനം നമ്മളെ ദൈവം സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നുള്ള ദൈവവചനത്തിൻ്റെ സത്യം നാം മറന്നു പോകരുത്. ദൈവവചനത്തിൽ നമുക്ക് യോബിൻ്റെ കാര്യം അറിയാം. യോബ് പലവിധമായ സമ്പത്ത് നശിച്ചു, മക്കൾ നശിച്ചു, എല്ലാം യോബിന് നശിച്ചു, ശരീരം മുഴുവൻ വ്രണമുള്ളവനായി തീർന്നു. അപ്പോൾ യോബിൻ്റെ ഭാര്യ യോബിനെ പറ്റി പറയുന്നുണ്ട്, നീ ഭക്തി എന്തിനായി ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഇതിനെ ത്യജിച്ച് ദൈവത്തെ തള്ളിപ്പറക എന്ന് അവിടെ യോബിനോട് പറയുന്നുണ്ട്. എന്നാൽ യോബ് പറയുന്നുണ്ട്, യോബ് ഇതെല്ലാം കേട്ടിട്ട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു. യോബ് അവസാനം അവിടെ യോബ് എന്ത് ചെയ്തു? ഇതെല്ലാം ഭാര്യയുടെ നാവിൽ നിന്ന് യോബ് കേട്ടപ്പോൾ യോബ് ദൈവത്തെ നമസ്കരിച്ചു, ദൈവത്തെ ആരാധിച്ചു. യോബിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? മുൻകാലത്തെക്കാട്ടിലും യോബിൻ്റെ ജീവിതത്തെ ദൈവം കൂടുതലായിട്ട് ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെയാണ് വില്യം കേറി എന്ന മനുഷ്യൻ, ഒരു ഇംഗ്ലീഷ് ഇവാഞ്ചലിസ്റ്റ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നു. അദ്ദേഹം ഒരു ബൈബിൾ ട്രാൻസ്ലേറ്ററായിരുന്നു. ഏതാണ്ട് 44 ഭാഷകളിൽ കംപ്ലീറ്റായിട്ടും പാർഷ്യലായിട്ടും അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. 41 വർഷക്കാലം അയാൾ ഇന്ത്യയിൽ താമസിച്ചു. പല ഭാഷകളിൽ, അത് ഒറിയയിൽ, ഹിന്ദിയിൽ, മറാത്തിയിൽ, ഗുജറാത്തിയിൽ, സാൻസ്ക്രിറ്റിൽ എല്ലാം അയാൾ ആ മനുഷ്യന്, ആ ദൈവദാസൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മെൻ്റൽ രോഗിയായി തീർന്നു. അദ്ദേഹത്തിന് 5 ആൺമക്കളുണ്ടായിരുന്നു. 2 പെൺമക്കൾ ചെറുപ്പത്തിലേ അങ്ങ് മരിച്ചു. ഈ ആൺമക്കളിൽ ഒരു മകൻ 5 വയസ്സുള്ളപ്പോൾ മരിച്ചു. വേറൊരു മകൻ 36 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഈ ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോൾ അവർ മെൻ്റൽ രോഗിയായിരുന്നു. രണ്ടാമതൊരു ഭാര്യയെ വിവാഹം കഴിച്ചു. അവരേതാണ്ട് 13 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രിൻറ്റിംഗ് പ്രസ് മുഴുവനും കത്തി നശിച്ചു. ഏതാണ്ട് $10,000 അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. വീണ്ടും അദ്ദേഹം പ്രസ് ഉണ്ടാക്കി. അതുതന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാമത്തെ ഭാര്യ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം 3ാമത് ഒരു വിഡോയെ വിവാഹം കഴിച്ചു. അദ്ദേഹം ഈ സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ബംഗാളി ഡിക്ഷണറി ഉണ്ടാക്കിയതെല്ലാം തീപിടുത്തത്തിൻ്റെ സമയത്ത് നശിച്ചു പോയി. എന്നാൽ ഈ ശോധനാവേളകളിലെല്ലാം ദൈവം അദ്ദേഹത്തെ താങ്ങി. സെറാംപൂർ യൂണിവേഴ്സിറ്റി, സെറാംപൂർ കോളേജ് എല്ലാം അദ്ദേഹം കൽക്കട്ടയിൽ പണിതു. അദ്ദേഹത്തെ
ഫാദർ ഓഫ് മോഡേൺ മിഷൻസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എന്നാലും പ്രിയപ്പെട്ടവരെ, ഈ നീതിമാനെ ആര് താങ്ങി? അടിസ്ഥാനം കുലുങ്ങുമാറ് ഈ വില്യം കേറിയുടെ അല്ലെങ്കിൽ യോബിൻ്റെയൊക്കെ ജീവിതം തകർന്നു പോയപ്പോൾ, പൗലോസിൻ്റെ ജീവിതം, ദാവീദിൻ്റെ ജീവിതങ്ങൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന പലരുടെയും അങ്ങനെ നീതിമാന്മാരുടെ പട്ടികയിൽ ശോധനകളൊക്കെ വരുമ്പോൾ അവരുടെ അടിസ്ഥാനങ്ങളൊക്കെ കുലുങ്ങിപ്പോയാലും അവർ വീഴാതെ വണ്ണം ദൈവം ഇവരെയെല്ലാം താങ്ങി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകൾ ശോധനകളിൽ കൂടി നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മൾ ജീവിതത്തിൽ സംഭവിക്കണം. ദാവീദ് പറയുന്നുണ്ട്, യഹോവ നീതിമാന്മാരെ ശോധന ചെയ്യുന്നു എന്ന് യഹോവയായ ദൈവം പറയുന്നു എന്ന് യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു എന്ന് ദാവീദ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശോധനാ വേളകൾ വരുമ്പോൾ നമ്മൾ കർത്താവിൽ ആശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ ബലപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവവചനം പറയുന്ന എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 38-39 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നുവെങ്കിൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവൻ്റെ മേൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ എന്ന്. നാം വിശ്വസിച്ച് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ശോധനകൾ വരുമ്പോൾ നാം പിന്മാറിപ്പോകുന്നവരായിട്ടല്ല, ദൈവത്തിൽ നിന്ന് പിന്മാറി നാശത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നാമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ദൈവമേ, നീതിമാനെ ദൈവം ശോധന ചെയ്യുന്നത് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. അടിസ്ഥാനം ഇളകിയാൽ നീതിമാൻ എന്ത് ചെയ്യും? അടിസ്ഥാനം ഇളകിയാലും അവനെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് കർത്താവെ നിൻ്റെ വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ആ താങ്ങുന്ന കരത്തിൽ എപ്പോഴും ആശ്രയിപ്പാനും, ആ താങ്ങുന്ന കരത്തിൽ വിശ്വസിപ്പാൻ, ആ താങ്ങുന്ന കരത്തെ വിശ്വസിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പതറിപ്പോകാതെ, വീണു പോകാതെ, ദൈവത്തിൽ ആശ്രയമുള്ളവരായി ഞങ്ങളുടെ ശോധനാവേളകളിൽ മുന്നോട്ട് പോകുവാൻ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട്, ധൈര്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.